അങ്ങനെ ഗംഗാവലിപ്പുഴയിലിടാൻ ഉദ്ദേശിച്ചിട്ടില്ല അവന്. നമ്മളതാണ് നമ്മളതാ. ഉള്ളിൽ അർജുനുണ്ട്. അത് പടം പൊട്ടിപ്പോയിരിക്കുന്നു. അങ്ങനെ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ അർജുനെ കണ്ടെത്തിയിരിക്കുകയാണ്. അർജുന്റെ മൃതദേഹമാണ് ലോറിയുടെ ക്യാബിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. ലോറിയുടെ ഓണറായിട്ടുള്ള മനാഫ് തന്നെയാണ് അത് ആദ്യം തന്നെ മാധ്യമങ്ങളോട് വന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് കൺഫേം ചെയ്യുന്നത്. ആദ്യം തന്നെ അർജുന്റെ ലോറി കിട്ടുന്നു. അതിനുശേഷം മനാഫ് തന്നെ പറയുന്നു ലോറിയിൽ അർജുനും ഉണ്ട് എന്ന് പറയുന്നു. അങ്ങനെയാണ് മീഡിയക്കാർ ആദ്യമായിട്ട് ഈ വിവരം അറിയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെല്ലാവരും കാത്തിരുന്നൊരു നിമിഷമായിരുന്നു. അത് മാത്രമല്ല, ഇത് സങ്കടവും ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് സന്തോഷിക്കാൻ എന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുന്ന സമയത്ത്. കാരണം അർജുന്റെ ബോഡിയാണ് കിട്ടിയേക്കുന്നത്. അതും ഇനിയുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, ഇനിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ടി വരും. അർജുനുമായി ബന്ധപ്പെട്ടിട്ട് ഓരോ വീഡിയോ ചെയ്യുന്ന സമയത്തും ഞാൻ പറയുന്നൊരു കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ അങ്ങനെ ഒരു വീഡിയോയിലും ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മളെല്ലാവരും സ്വന്തം ചേട്ടനെ പോലെയും അല്ലെങ്കിൽ നമ്മുടെ അമ്മമാരാണെങ്കിലും മകനെ പോലെയൊക്കെ കണ്ടിട്ടാണ് അർജുൻ അത്രയും സ്നേഹിച്ചിട്ട് നിന്ന ഒരു നിമിഷം നമ്മളെല്ലാവരും അതിലൂടെയാണ് നമ്മൾ കടന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻ കഴിഞ്ഞപ്പോൾ 72ാമത്തെ ദിവസത്തിൽ അർജുന്റെ ബോഡി കിട്ടിയിരിക്കുകയാണ്. അത് സന്തോഷവും അല്ല, സത്യം പറഞ്ഞാല് സങ്കടവും അല്ല എന്നുള്ളൊരു നിമിഷത്തിലാണ് നമ്മൾ നിൽക്കണേ. എല്ലാവരെയും കണ്ണീരിൽ ആഴ്ത്തിക്കൊണ്ടാണെന്ന് പറയേണ്ടി വരും സത്യം പറഞ്ഞാല് ആ ഒരു ഗംഗാവലി പുഴയിൽ നിന്ന് അർജുന്റെ ബോഡി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു നിമിഷത്തിൽ നമ്മളിത് എങ്ങനെ പറയണമെന്നറിയില്ല. എന്തായാലും അവരുടെ വീട്ടുകാർക്കൊരു എന്താ പറയാ ഒരു ബോഡിയെങ്കിലും കിട്ടി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇതെങ്കിലും കിട്ടണമെന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. അപ്പൊ അതെന്തായാലും മനാഫ് പറഞ്ഞതുപോലെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിച്ചു എന്ന് പറയുന്നത് പോലെ തന്നെയായി. ലോറി ഓണറായിട്ടുള്ള മനാഫാണ് ഇത് ആദ്യം തന്നെ മാധ്യമങ്ങളുടെ അടുത്ത് പോയിട്ട് സ്ഥിരീകരിക്കുന്നത്. ലോറി മാത്രമല്ല അർജുനും ഉണ്ട് എന്നും. അപ്പൊ നമുക്ക് മനാഫ് പറയുന്ന കുറച്ച് ഹൃദയഭേദകമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് മനാഫ് പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് കേൾക്കാം. നമ്മളതാണ് നമ്മളതാ. അർജുന്റെ ലോറി കണ്ടെത്തിയിരിക്കുന്നു. മനാഫ് അക്കാര്യത്തിൽ സ്ഥിരീകരണം വരുത്തിയിരിക്കുന്നു. ലോറി തന്റേത് തന്നെയെന്ന്. ഉള്ളിൽ അർജുനുണ്ട്. സംശയമില്ല. അതാ കാണുന്നതാ, കാണുന്നുണ്ട്. അർജുനുണ്ട്. അർജുൻ ഓടിച്ച ലോറിയാണ് എന്ന് സ്ഥിരീകരിച്ചു. അർജുന്റെ ലോറിയാണ്, അതിൻ്റെ ഉള്ളിൽ അർജുനും ഉണ്ട്. നമ്മളിത് എത്രയോ കാലമായിട്ട് എല്ലാവരോടും പറയുന്നുണ്ട് ആ വണ്ടിന്റെ ഉള്ളിൽ അർജുനുണ്ട്, വണ്ടിന്റെ ഉള്ളിൽ നിന്ന് എവിടെയും പോകില്ല അർജുന്. എത്രയോ പ്രാവശ്യം എല്ലാവരോടും പറഞ്ഞാണ്, ആർക്കും വിശ്വാസം വന്നില്ലേനും. ഇനി നോക്കിക്കോളി, അതിൻ്റെ ഉള്ളിൽ അർജുനുണ്ട്, നമ്മളെ ലോറിയാണത്. അപ്പൊ ആദ്യം തന്നെ മനാഫ് സത്യം പറഞ്ഞ ഭയങ്കരമായിട്ട് കരഞ്ഞിട്ടാണ് കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. കുറെ കാര്യങ്ങൾ മനാഫ് പറയുന്നുണ്ട്. കാരണം ഇതിന് വേണ്ടിയിട്ട് സത്യം പറഞ്ഞ ഇതിൽ ഇങ്ങനെയൊരു കാര്യം നടക്കാൻ ഒറ്റയാൾ പോരാട്ടം നടത്തിയ ഒരാളെന്ന് പറയുന്നത് മനാഫ് തന്നെയാണ്. ഈ അർജുൻ മിസ്സിംഗ് ആയത് തൊട്ട് നമ്മൾ ഇതിന്റെ ബാക്കിൽ പോകുന്ന ആൾക്കാർക്ക് അറിയാം ഇതില് മനാഫ് എന്ന് പറയുന്ന വ്യക്തി ചെലുത്തിയ ആ ഒരു സ്വാധീനം എന്തായിരുന്നു എന്ന്. കാരണം ആ ഒരു വ്യക്തി അവിടെ കർണാടകയിൽ പോയിട്ട് ആ ഒരു ശിരൂരിൽ വെച്ചുണ്ടാക്കിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആദ്യം നമ്മൾ കണ്ടതാണ്. അത് കഴിഞ്ഞ് ആ ഒരു സമയത്ത് കർണാടകയിലുള്ള പോലീസുകാർ പോലും നമ്മുടെ മനാഫിനോട് ചോദിച്ചതാണ്, ഒരു ഡ്രൈവർക്ക് വേണ്ടി എന്തിനാണ് നിങ്ങൾ ഇത്രയും സ്വാധീനം ചെലുത്തുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ആൾക്കാരെ കൊണ്ട് വിളിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഇവിടെ വന്ന് ഇത്രയും ആൾക്കാർ ഇങ്ങനെ എന്തിനാണ് ഇത്രയും ഒരു ഡ്രൈവർ അല്ലേ എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചതാണ്. ആ ഒരു സ്ഥലത്ത് നിന്ന് മനാഫ് എന്ന വ്യക്തി അതെല്ലാം എന്ത് വന്നാലും ശരി ഞാൻ അർജുനെയും കൊണ്ടേ പോകും എന്നുള്ള രീതിയിൽ അത്രയും ഉറച്ച വിശ്വാസത്തോട് കൂടിയിട്ട് നിന്ന് അന്ന് പറഞ്ഞ അതേ വാക്ക് തന്നെയാണ് ക്യാബിനിൽ അർജുൻ ഉണ്ടാവും അല്ലെങ്കിൽ ലോറിയിൽ അർജുൻ ഉണ്ടാവും എന്ന് പറഞ്ഞ അതേപോലെ തന്നെയാണ് ഇപ്പൊ ക്യാബിനിൽ നിന്നാണ് നമുക്ക് അർജുനെ കിട്ടിയേക്കുന്നത്. അപ്പോൾ മനാഫ് പറയുന്നത് അത് തന്നെയാണ്. അന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ആരും വിശ്വസിച്ചില്ല. അതുപോലെ മനാഫ് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം അന്ന് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മനാഫിന്റെ കൂടെ ഒരുപാട് പേര് മനാഫിനെ തള്ളി പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അകത്തൊന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പേര് ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെല്ലാം ഉള്ളൊരു ഉത്തരം കൂടിയാണ് ഈ മനാഫിന്റെ ഈ ഒരു പരിശ്രമത്തിലൂടെ അർജുൻ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് മനാഫ് കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അതായത് ഭയങ്കര കരഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമുക്ക് അതുകൂടി ഒന്ന് കേൾക്കാം. അങ്ങനെ ഗംഗാവലിപ്പുഴയിലിടാൻ ഉദ്ദേശിച്ചിട്ടില്ല അവന്. ഞാൻ അപ്പോഴേ പറഞ്ഞു ലോറിക്ക് അധികം പരിക്കുണ്ടാവില്ല, ക്യാബിന് അധികം പരിക്കുണ്ട്, ചിന്നിച്ചിതറൂല. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഓന ആ ക്യാബിൻ്റെ ഉള്ളിലുണ്ടാവും. ഞാൻ പറഞ്ഞതാ, ശരിയായില്ലേ? ഉറപ്പായിട്ടും ഓനെയും കൊണ്ടിട്ട് നമ്മൾ പോവുള്ളൂ. ആ ഒരു ഉറപ്പാണ് കുടുംബത്തിന് നൽകിയിരുന്നത്. അതെ, അർജുൻ്റെ അമ്മയ്ക്ക് നൽകിയ ഉറപ്പ് പാലിച്ചു. ഞാൻ അവിടെ എത്തിക്കൂ.
കഴിഞ്ഞ 2 മാസം വലിയ ത്യാഗം സഹിക്കേണ്ടി വന്നു. തീർച്ചയായിട്ടും. കാരണം ഈ തെരച്ചിൽ വീണ്ടും വീണ്ടും പുനരാരംഭിക്കുന്നതിന് വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല. ഇല്ല. ഒരു സാധാരണക്കാരനെ കൊണ്ട് എത്ര കഴിയും അതിന് പരമാവധി നമ്മൾ ചെയ്ത്. ഒരു ഡ്രൈവറെ കണ്ടെത്തുന്നതിന് എന്തിനു നിങ്ങൾ ഇത്രയേറെ മുന്നോട്ട് ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തണം എന്നുള്ള ചോദ്യങ്ങൾ പോലും പലവട്ടം നേരിടേണ്ടി വന്നു. സോഷ്യൽ മീഡിയയിൽ തെറ്റായ പ്രചാരണങ്ങൾ നടന്നു. പക്ഷെ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഘട്ടത്തിലെത്തിയിരിക്കുന്നത്. അതിൽ ആങ്കർ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, സോഷ്യൽ മീഡിയയിൽ തെറ്റായ പ്രചാരണങ്ങൾ നടത്തുന്നത്. അതിൽ വ്യക്തമായിട്ട് ഞാൻ പറയാം, മനാഫിന് ഞാൻ പല കമന്റ്സും കണ്ടിരുന്നു. അതിൽ ഈ പറയുന്ന കാര്യത്തിൽ മനാഫിനെ അത്രയും മോശം രീതിയിൽ അത് എന്താ പറയുക, മനാഫിന്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മനാഫ് അവിടെ പോയി നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് മനാഫിനെതിരെ കമന്റ് ഇട്ടായിരുന്നു. അവർക്കുള്ളൊരു മറുപടി കൂടിയാണ് ഇന്ന് ഇവിടെ ലഭിച്ചിരിക്കുന്നത്, അർജുനെ കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ ഞാനൊരു കാര്യം പറയാം, ഇത് കേട്ടിട്ട് സത്യം പറഞ്ഞാൽ മനാഫ് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എനിക്ക് ഈ ലോറിയെ വേണ്ട, എനിക്ക് അർജുന മാത്രം മതി, ഞാൻ ആ ലോറി തിരിച്ച് അങ്ങോട്ടേക്ക് ആ ഒരു പുഴയിലേക്ക് തന്നെ ഞാൻ കളഞ്ഞേക്കാം, എനിക്ക് അർജുന മാത്രം മതി എന്ന് വരെ അത്രയും ദയനീയമായിട്ട് വരെ മനാഫ് പറഞ്ഞു. അപ്പൊ ആ രീതിയിലേക്ക് വരെ എത്തി. കാരണം ആ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഒരാളും ചെയ്യാത്ത രീതിയിലാണ്, ഒരു ഓണർ എന്നുള്ള രീതിയിലുള്ള ഒരു ഇതുമില്ലാതെ സ്വന്തം അനിയൻ എന്നുള്ള രീതിയിലാണ് അർജുനെ കണ്ടിട്ട് അവിടെ പോയിട്ട് ഇത്രയും പ്രശ്നങ്ങളാക്കിയതും എല്ലാം ചെയ്തതും. അപ്പോൾ പലരും കുറെ പേര് പറഞ്ഞൊരു കാര്യമാണ്, മനാഫിന് ആ ഒരു ലോറി കിട്ടിയിട്ട് വേണം അതിന്റെ ഇൻഷുറൻസിന്റെ തുക ക്ലെയിം ചെയ്യാൻ, അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ ഇല്ലാത്ത കഥകളൊന്നുമില്ല എന്ന് പറയാം. ആ രീതിയിൽ ഇപ്പൊ നമ്മൾ ഇങ്ങനൊരു ഇഷ്യൂ വന്നതിൽ പിന്നെ നമ്മൾ ഈ രഞ്ജിത്ത് ഇസ്രയേല് അല്ലെങ്കിൽ മാൽപേ ഇങ്ങനെയുള്ളവരെല്ലാം വന്നപ്പോഴും എല്ലാവർക്കും എതിരെയും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ വന്നായിരുന്നു. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മനാഫിനെതിരെ വന്ന കാര്യം തന്നെയാണ്. മനാഫ് അതാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ മനാഫിന്റെ മറുപടി ഒന്നും നിങ്ങൾ കേൾക്കാം. അതെ, തോൽക്കാനുള്ള മനസ്സില്ല എന്തായാലും, ഓനും കൊണ്ട് പോവുള്ളൂ. അത് ഞാൻ പറഞ്ഞതതിനും ആ വാക്ക് അമ്മക്ക് പാലിച്ചു കൊടുത്തു. അർജുൻ നമുക്കൊരു നഷ്ടം തന്നെയാണ്. പക്ഷേ നമ്മൾ കൊടുക്കുന്നൊരു സന്ദേശമുണ്ട്. ഒരാള് ഉറച്ച ഒരു കാര്യത്തിന് ഇറങ്ങിയാൽ അത് സാധിക്കും. അതിൻ്റെ കൂടെ ആരുണ്ടായാലും ഇല്ലെങ്കിലും അത് സാധിക്കും. അത്ര ധൈര്യത്തിൽ നിന്ന, ആത്മവിശ്വാസത്തിൽ നിന്ന സാധിക്കും. അപ്പൊ നമ്മുടെ മനാഫ് പറയുന്ന ഇതാണ്. കാരണം മനാഫ് ആദ്യം തൊട്ടേ ഒറ്റയ്ക്ക് നിന്നിട്ട് ഇതിനു മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഒരാളാണ്. അപ്പോൾ ഒറ്റയ്ക്ക് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴാണെങ്കിലും ആരും നമ്മുടെ കൂടെ ഇല്ലെങ്കിലും നമ്മൾ അതിനു വേണ്ടിയിട്ട് നോക്കുക, അത് എന്തായാലും സാധിക്കും എന്നുള്ള കാര്യം ഇവിടെ തെളിയിച്ചിരിക്കുകയാണ്. കാരണം അർജുന് വേണ്ടിയിട്ട് ഒറ്റയാൾ പോരാട്ടം നടത്തിയ ഒരു വ്യക്തി തന്നെയാണ് മനാഫ്. അത് നമുക്ക് അതിലൊരു സല്യൂട്ട് കൊടുക്കേണ്ടി വരും. പക്ഷെ അർജുന നമുക്ക് നഷ്ടമായി. പക്ഷെ നഷ്ടമായിട്ടുണ്ടെങ്കിലും ആ ഒരു ബോഡി എങ്കിലും നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും കാരണവത്തായ ഒരാൾ തന്നെയാണ് മനാഫ്. മനാഫിനെ നമുക്ക് ഈ കാര്യത്തിൽ ഒരിക്കലും എന്താ പറയാൻ പറ്റത്തില്ല. ഒരിക്കലും ഒരു കാരണവശാലും മനാഫിനെ നമുക്ക് നോവിക്കരുത്. കാരണം ഈ ഒരു കേസിൽ, കാരണം ഇത്രയും ദിവസം 72 ദിവസത്തോളം ഈ ഒരു അന്വേഷണവും കാര്യങ്ങളും തെരച്ചിലും ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത് മനാഫ് തന്നെയാണ്. അപ്പൊ നിങ്ങൾ കമന്റ് ഇട്ടും അതും ഇതും ഒക്കെ പറഞ്ഞിട്ട് ഇനിയെങ്കിലും ഈ ഒരു മനുഷ്യനെ ഒന്നും നോവിക്കാതിരിക്കാന്നാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ വരുന്ന കുറച്ച് ന്യൂസുകളും കാര്യങ്ങളും ഉണ്ട്. അതായത് നമ്മുടെ അർജുന്റെ ലോറി ഇങ്ങോട്ടേക്ക് കയറുന്നതിനിടയിൽ ആ ഒരു വടം പൊട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ആ ന്യൂസ് കൂടി നമുക്കൊന്ന് കേൾക്കാം. അതെ 3 ക്രെയിനുകളുടെ പ്രവർത്തനം ഒരേ തീർച്ചയായിട്ടും അത് വടം പൊട്ടിപ്പോയിരിക്കുന്നു. നമ്മൾ വലിയ ഭാരം ഈ ലോറിക്കുണ്ട്. അതോടൊപ്പം തന്നെ മണ്ണിൽ പുതഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. 2 ക്രെയിനുകൾ ഉപയോഗിച്ച് നടത്തിയിരിക്കുന്ന ആ ശ്രമം പാളിയിരിക്കുന്നു. ഈ വടം പൊട്ടിപ്പോയിരിക്കുന്നു. കാരണം അത്രയേറെ ഭാരമുള്ള ഒരു വാഹനമാണ്. അതോടൊപ്പം തന്നെ ഈ മണ്ണിൽ പുതഞ്ഞു നിൽക്കുന്ന നിലയിലുമാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ ഇതിലെ ചക്രങ്ങൾ തിരിയുന്ന ഒരു സ്ഥിതിയുമല്ല. അതോടുകൂടിയാണ് ഈ വടം ഇപ്പോൾ പൊട്ടിയിരിക്കുന്നത്. വലിയ ഭാരം ഇപ്പോൾ ക്രെയിനിലേക്ക് വന്നിരിക്കുന്നു. അതോടുകൂടി തന്നെ അതിനെ താങ്ങാനുള്ള ശേഷി ഈ വടത്തിനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വടം പൊട്ടിയിരിക്കുന്നു. ഇനിയിപ്പോൾ മറ്റ് വടം എത്തിച്ചതിന് ശേഷം മാത്രമേ ഈ ക്രെയിൻ ഈ വാഹനവുമായി ബന്ധിപ്പിച്ചും അടുത്ത പ്രവർത്തികളിലേക്ക് കടക്കാൻ കഴിയൂ. നമ്മൾ പ്രതീക്ഷിച്ചതിലും ദുഷ്കരമാവുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ ഉള്ളതെന്ന് വേണം പറയാൻ. കാരണം ഒരു 12-13 മീറ്റർ വരെ താഴ്ചയിലാണ് ഇപ്പോൾ ട്രക്ക് ഉള്ളത്. അതിനെ മുകൾ ഭാഗത്തേക്ക് എത്തിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. 2 ക്രെയിൻ ഇവിടെ എത്തിച്ച് അതിനുള്ള ശ്രമങ്ങൾ നടത്തി. അതോടൊപ്പം തന്നെ ഡ്രഡ്ജറിലെ ട്രെയിൻ ഉപയോഗിച്ച് ഇതിനെ തള്ളി മുന്നോട്ട് നീക്കാനുള്ള ശ്രമങ്ങളും നടത്തി. പക്ഷേ 3ാം ശ്രമം പരാജയപ്പെട്ടിരിക്കുന്നു. ക്രെയിനുമായി ബന്ധിപ്പിച്ചിരുന്ന ആ വടം മുറിഞ്ഞു പോകുന്ന സ്ഥിതിയിലാണ് ഇപ്പോഴുള്ളത്. ഏതായാലും അടുത്ത ഘട്ടത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. അതിന് പക്ഷേ മറ്റ് വടം എത്തിച്ചതിന് ശേഷം മാത്രമായിരിക്കും അടുത്തതിലേക്ക് പോവുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരു പക്ഷേ കേബിളുകൾ അടക്കം എത്തിച്ചുകൊണ്ട് ഇതിനെ മുകളിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. ഒരു വടം ഉപയോഗിച്ചിട്ട് വലിച്ചിട്ടാണ്
ഈ ഒരു ക്രെയിനും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ആ ഒരു ലോറിയുടെ ക്യാബിനും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ നോക്കുന്നത്. പക്ഷെ അതിന് പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് പറയുന്നത്. കാരണം അത്രയും എന്താ പറയാ, അത്രയും കഷ്ടപ്പാടുണ്ട് ആ ഒരു സംഭവം പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവർ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ വടം പൊട്ടിയേക്കുന്നത്. പക്ഷെ അത് വീണ്ടും തുടരും, കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പോകും. ഇനി ആ ലോറിയും ക്യാബിനും കാര്യങ്ങളും ഒക്കെ അത്രയും എന്താ പറയുക ഭാരം ഉള്ളത് കൊണ്ട് തന്നെ അത് കൊണ്ടുവരുന്നതിന് കുറച്ച് പ്രയാസങ്ങളും കാര്യങ്ങളും ഉണ്ട്. എന്തായാലും നമുക്ക് അർജുന്റെ ആ ഒരു ബോഡിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലോറിയുടെ ഭാഗങ്ങളാണ് ഇനി പുറത്തേക്ക് കൊണ്ടുവരേണ്ടത്. അതിന്റെ ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി എന്താണ് അർജുന്റെ ബോഡി കിട്ടി, ഇനി അതിന് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് എന്താണെന്നും അതുപോലെ തന്നെ ഇനി DNA ടെസ്റ്റോ കാര്യങ്ങളോ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ചേച്ചിയുടെ ഭർത്താവായിട്ടുള്ള ജിതിൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടിയിട്ട് നമുക്കൊന്ന് കേൾക്കാം. അല്ല, അങ്ങനെ അവർക്ക് നിയമത്തിൻ്റെ ഭാഗത്തു നിന്ന് അവർക്ക് എന്തെങ്കിലും മുന്നോട്ട് പോകേണ്ടതുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ചെയ്യും. അത് എങ്ങനെയാണെന്നുള്ളത് അവരായിട്ട് കളക്ടറായിട്ട് SP ആയിട്ട് ഡിസ്കസ് ചെയ്ത് കുടുംബമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഒരു തീരുമാനമെടുത്തത്. അതാണ് അത് വിശ്വസിക്കുന്നുണ്ട്. കുറച്ച് സാധനങ്ങളുണ്ട്, അതുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നും ഇല്ല. ഇല്ല, ഇപ്പം നിലവിൽ ഞങ്ങളോട് കാർവാർ ഹോസ്പിറ്റലിലേക്ക് എത്താൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങോട്ടേക്ക് പോകാൻ അതെ 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 സംസാരിച്ചു. നിയമ തടസ്സമൊന്നും ഇല്ലെങ്കിൽ പിന്നെ DNA ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരാ ഒപ്പീനിയൻ കൂടി അറിയണം, അവരെന്താണ് പറയുന്നത്. ഫൈനൽ ടേക്ക് എടുക്കുന്നത് SP. കാരണം അതെ, മാൻ മിസ്സിംഗ് FIR ഇട്ട കേസാണ്. അപ്പം അതിന് നിയമപരമായിട്ട് അവരാണ് അത് തീരുമാനിക്കേണ്ടത് എങ്ങനെ പോവാണ്. സുജയ്, ഇക്കാര്യത്തിൽ അല്ല, സമയം എടുക്കേണ്ടത് അവരെ ആവശ്യകത ഉണ്ടെങ്കിൽ പിന്നെ നമുക്കതിൽ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അല്ല, അതായത് നിയമപരമായ അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം, അല്ലാതെ നിങ്ങൾ ഇത് DNA ഇല്ലാതെ അല്ല, നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത് വെച്ചാൽ അതിൽ എന്തായാലും അർജന്റേതായിട്ട് എന്തെങ്കിലും തിങ്സ് അതിലുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ലെന്ന് ഞാൻ സംസാരിച്ചിരുന്നു അമ്മയായിട്ടും എല്ലാവരും ആയിട്ടും കിട്ടിയത്. അപ്പം ഇനി അവർക്ക് എന്തെങ്കിലും ഫോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിലൊരു ആശയക്കുഴപ്പമുണ്ടാവും തോന്നുന്നു. ജിതിൻ പറയുന്ന ഇതാണ്, ബോഡിയിൽ നിന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അർജുനാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടായാൽ തന്നെ ഞങ്ങൾക്കത് ധാരാളമാണ്. അല്ലാതെ DNA ടെസ്റ്റും കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. പക്ഷെ നിയമപരമായിട്ട് ഇത് മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലും, പോലീസുകാർക്ക് എന്തെങ്കിലും ഇതിന്റെ നിയമപരമായിട്ടുള്ള വശങ്ങളും കാര്യങ്ങളും ഉണ്ട്, DNA കാര്യങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ട് എങ്കിൽ അവരത് ചെയ്തോട്ടെ എന്നാണ് പറയുന്നത്. അവർക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് മാൻ മിസ്സിംഗ് കേസാണ്. അപ്പൊ അതിന്റെ രീതിയിൽ മാത്രമേ അത് പോകത്തുള്ളൂ. അപ്പൊ ഇനി എന്താണ് ഇതിന്റെ ബാക്കി പ്രൊസീജിയേഴ്സ് എന്നുള്ളത് അതിന്റെ SPO കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം. അപ്പൊ എന്തായാലും കുറെ നാളുകളായിട്ടുള്ള ഒരു കാത്തിരിപ്പാണെന്ന് പറയാം. അപ്പോൾ അവരുടെ വീട്ടുകാരുടെ അവസ്ഥ ആലോചിക്കുമ്പോഴാണെങ്കിലും അവരുടെ ഭാര്യയുടെയും കുട്ടിയുടെ ഒക്കെ അവസ്ഥ ആലോചിക്കുമ്പോഴാണെങ്കിലും നമ്മളെല്ലാവർക്കും സങ്കടമുണ്ട്. അവർക്ക് അത്രയും സങ്കടം ഉണ്ടാവും. പക്ഷെ എന്തെങ്കിലും ഒരു തുമ്പ് എന്നുള്ള രീതിയിൽ ഈ ഒരു അവസരം നമുക്ക് സന്തോഷിക്കാനും പറ്റത്തില്ല. പക്ഷെ എന്താ പറയാ, അങ്ങനത്തെ ഒരു അവസ്ഥ ആയിപ്പോയി എന്ന് പറയാം. കാരണം ഒരിക്കലും നമ്മൾ ആരും ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല. എന്തായാലും അർജുനെ നമ്മൾ ഏറെ നാളുകൾക്ക് ശേഷം കണ്ടെത്തിയിരിക്കുകയാണ്. നമ്മളെല്ലാവരും അത്രയും പ്രാർത്ഥിച്ചിട്ടുണ്ട് അർജുനെ കിട്ടാൻ വേണ്ടിയിട്ടും. അവസാനം അർജുന ബോഡി കിട്ടിയിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളും അതിന്റെ രീതിയിൽ തന്നെ നടക്കും. ഈ ലോറിയുടെ ഭാഗങ്ങളാണെങ്കിൽ അത് പുറത്തേക്ക് എടുത്തു കൊണ്ടുവരുന്നുണ്ട്. അത് എന്തായാലും വേഗം തന്നെ പുറത്തെത്തിക്കാൻ നോക്കും. അപ്പോൾ ഈ ഒരു അർജുന്റെ വിഷയത്തിൽ ഇനിയുള്ള അപ്ഡേറ്റ്സുകൾ എന്താണ്, കാര്യങ്ങൾ എന്താണ്, ഇനി ഇതിന്റെ കൂടെ രണ്ടുപേരെയും കൂടി കിട്ടാനുണ്ട്. അപ്പൊ അവരുടെ കാര്യങ്ങൾ എന്താണ് എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം.